എനിക്ക് വേണ്ട. അപ്പനെ പെണ്ണിന് എനിക്ക് ഇഷ്ടമായോ? പിന്നെ എനിക്ക് അവളോടും സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കേട്ടോ ശങ്കരൻ ചേട്ടാ, പ്രകാശന് മോളോടൊന്ന് സംസാരിക്കണമെന്ന്. എന്തോന്ന് സംസാരിക്കാനാ? അല്ല, വിവാഹത്തിന് മുമ്പ് പെണ്ണിന്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഇക്കാലത്ത് അതൊക്കെ പതിവല്ലേ ചേട്ടാ? പക്ഷെ ഈ തറവാട്ടിൽ ആ പതിവില്ല. കാരണവന്മാർ തമ്മിൽ സംസാരിക്കും, തീരുമാനിക്കും, നടത്തും. അതാണ് മാന്യത. ഇതിൽ മാനക്കേടൊന്നുമില്ല. വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ആ സ്ഥിതിക്ക് കുട്ടിയുടെ അഭിപ്രായം നേരിട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ തറവാട്ടിൽ ആ പാരമ്പര്യം ഇല്ലെന്നാ പറഞ്ഞത്. ആ സ്ഥിതിക്ക് ശരി ശരി, സംസാരിച്ചു. കുഞ്ഞ് അകത്തേക്ക് വരൂ. നമ്മുടെ പഴയ കാലമൊക്കെയാണോ ശങ്കരച്ചേട്ടാ? എന്റെ വീട്ടുകാരുടെ മുഖം ഞാൻ നേരെ ഒന്ന് കാണുന്നത് മൂത്ത കുട്ടി ജനിച്ചതിന് ശേഷമാണ്. അല്ല, ഇങ്ങനെ തലകുനിച്ച് നിന്നാൽ എന്നെ കാണാൻ പറ്റുമോ? സുജാത എന്നാണ് പേരല്ലേ? അതെ. എന്റെ പേരറിയോ? എന്താണ്? പ്രകാശൻ നായർ. പ്രകാശൻ എന്ന് മാത്രം മതി, ആ വാല് വേണ്ട. പിക്ക് എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. എനിക്ക് സുജാത ഇഷ്ടമായി. സുജാതയ്ക്ക് എന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ? പറയൂ. എന്താ? പാല്. അവിടെ ഇനി എന്താ പാത്രം വേണോ? വണ്ടി പെണ്ണെ പേടിച്ചു പോയോ? എന്താ ഇത്? ഇത്ര പെട്ടെന്ന് കരഞ്ഞോ? വെറുതെ തമാശ പറഞ്ഞല്ലേ? വാ. ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതെന്താ ചേട്ടാ? നിന്റെ അമ്മാവനുണ്ടല്ലോ, ആനക്കൊട്ടിൽ ശങ്കരൻ നായർ, കക്ഷിയുടെ മട്ടും ഭാവവും കണ്ടപ്പോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അത് ചേട്ടൻ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വന്നിട്ടാ? അത് ഞാൻ വല്ല ചീത്ത കാര്യം പറഞ്ഞു? അതല്ല, അമ്മാവൻ എനിക്ക് വേറൊരു ആലോചന കൊണ്ടുവന്നിരുന്നു. ആരായിരുന്നു ആ സ്ഥാനാർത്ഥി? അമ്മാവന്റെ സ്നേഹിതൻ, പണക്കാരനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ. ഓ, അതാണല്ലേ കാര്യം. അപ്പോ പട്ടാളക്കാരന്റെ റിസർവ് സീറ്റിലാണ് ഞാൻ കയറി നിന്നത്. ആരറിഞ്ഞു? അതെ, സുജാതയ്ക്ക് ആ വിവാഹം ഇഷ്ടമായിരുന്നു. പട്ടാളക്കാരന്റെ ഫയറിങ് പേടിച്ചായിരിക്കും. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? പിന്നെ കോഴി കേട്ടില്ലേ? അതിനെന്താ ചേട്ടാ? ആദ്യ രാത്രിയിൽ നവദമ്പതികൾ വെളിച്ചത്തിരുന്ന് പാതിരാക്കോഴി കൂവുന്നത് കേട്ടാൽ ദോഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിളക്കം കണക്കില്ല. ഈ സ്ഥലമാറ്റം ക്യാൻസൽ ചെയ്തൂടെ ചേട്ടാ? ഒരു രക്ഷയില്ല മോളെ. അപ്പുറത്ത് വാസുദേവൻ നായർ സാറ് സ്ഥലമാറ്റം ക്യാൻസൽ ചെയ്യിച്ചല്ലോ, അതുപോലെ നമുക്കും ചെയ്യിച്ചൂടെ? അയാൾ അമ്മായിയപ്പം കൈക്കൂലെടുത്ത് വാങ്ങിച്ചതാ. എന്നെ കൊണ്ടത് പറ്റുകയല്ല. ചേട്ടനില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത്. വണ്ടി എല്ലാ മാസവും 30-ാം തീയതി എന്നൊന്നുണ്ടെങ്കിൽ
ഞാൻ ടപാൻ ഇവിടെ എത്തില്ലേ? നമുക്ക് അവിടെ ഒരു വീടെടുത്ത് ഒന്നിച്ച് താമസിച്ചൂടെ? സൗകര്യമായിട്ടൊരു വീട് കിട്ടിയാൽ റെഡി. ഞാൻ വരട്ടെ. അപ്പൊ സാറേ ഞാൻ ഇറങ്ങട്ടെ. ശരി. അങ്ങനെ 3 വർഷത്തെ പ്രാർത്ഥന ഫലിച്ചു. ഇനി ഏതായാലും സമാധാനമായല്ലോ. സമാധാനം മാത്രമല്ല, സന്തോഷിക്കാനും കൂടി ഒരു കാര്യമുണ്ട്. അതെന്താ? കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഒരു സംശയം പറഞ്ഞില്ലേ, അത് ശരിയാണ്. പറോമേ, ചേട്ടൻ വന്നു. ചായ. വെള്ളം തിളച്ചില്ല കുഞ്ഞെ. അതെന്ത് പറ്റി? സ്റ്റവ് അങ്ങോട്ട് ശരിക്ക് കത്തുന്നില്ല.
സാർ, ഈ കുഞ്ഞിനെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ഇതിന്റെ അമ്മയെ കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? സാർ എന്തിനാ ഇതിനെ എടുക്കാൻ പോയത്? അവിടെ ഇട്ടിട്ട് വരാൻ മനസ്സ് വന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ അമ്മ അന്വേഷിച്ചു വന്നാൽ നല്ല ശിക്ഷയായി. അവൾ അപ്പോഴും സ്ഥലം വിട്ടു കാണില്ലേ? സാർ ഇത്ര ശുദ്ധനായി പോയല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പോകുന്ന വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ, അവിടെ കൊടുത്തിട്ട് പോണം.